ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു, പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ. ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗലസ്നാനവുമാചരിച്ചിടണം. മേളമായെന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെയങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതനയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഞാനവൻ തന്നോടു കൂടിയൊഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും നൂനമവനോടു കൂടിയേയാവിതു. എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ, എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതു കൊണ്ടുഴറുന്നതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിങ്ങുന്നമേ. നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ. സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കടവീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോടു പൂജിച്ചതിൻ ഫലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാഭരങ്ങളാൽ വാനരന്മാർക്കലം ഭാവം വരും വണ്ണം പൂജയും ചെയ്തു കപികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിദ്ധമുണർത്തിച്ച വാർത്ത കേട്ടാസ്ഥയോടും പുരുഷോത്തമൻ. കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിരാദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം
കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാം. മർക്കടരാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ, ലങ്കയിലാശു പോയി വാഴ നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിത്തമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിട കൊണ്ടയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു. മംഗലമമ്മാരഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ള വീടെ വാണിടുവാൻ ഉണ്ടാവേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തിരു ജഗൽപ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കുമങ്ങനെ തോന്നിയതദ്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിടുവിൻ, സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർദ്ധം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുത്പതിച്ചു തദാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവനുജപ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേ തദാ മിത്രബിംബം കണക്കേ ധനദാസനം. ഉത്സംഗസേന്നി വിന്യസ്യ സീതാ ഭക്തവത്സലന്നാലുദിക്കും പുനരാലോക്യ. വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ സത്സേവിതേ സരസേരുഹലോചനേ. പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലങ്ങ് ശോണിത കർദ്ദമമാംസാസ്ഥി പൂർണം ഭയങ്കരം. അത്രൈവ വാനരരാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനുമെന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തുമതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ, ഹേതു ബന്ധിച്ചതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം, കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നഗഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാ. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുദ പൃഥ്വീസുതയോ
അപേക്ഷിച്ചിതന്നേരം താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം. കൗതൂഹലമയോധ്യാപുരീവാസിന ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനര വീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർതൃവിയോഗജ ദുഃഖമിന്നെന്നോളമിത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകനുള്ളിലുള്ള ഭൂതമപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരെ, നിങ്ങൾ നിജ നിജമാനിനിമാരെ വരുത്തുവീനേവരും. മർക്കടവീരരതു കേട്ടുമോദേന കിഷ്കിന്ധ പുക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർ മകളായ ജാനകി ദേവിയും താരാരുമാദികളോടുമോദാന്യുതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാമൃഷ്യമൂകാചലമുത്തുംഗമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാമിരുന്നേടം. വന്ദിച്ചു കൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധികരം യമുനാ തടശോഭിതം. ഗംഗാനദി അതിന്നങ്ങേതതിന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദി അതിന്നങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ. യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിലാമയമേതു മുന്നില്ലയല്ലേ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലേ മമ സോദരന്മാർക്കുമാചാര്യജനത്തിനും. താപസശ്രേഷ്ഠനരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ലയോധ്യാപുരേ. നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാ ജടാവൽക്കലാദികളും പൂണ്ടു
സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനേ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും ത്വത്പ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിത്പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തുതീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിൻ തിരുവടി നിർണയം ലക്ഷ്മീ ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ ധനന്ദൻ ജഗത്പ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം പുക്കീടടുത്ത നാൾ കർണാമൃതമാ മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പുക്കിതു രാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യാ സമന്യുതം രാജീവനേത്രരും പ്രീതി പൂണ്ടിടിനാൻ. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ. ഭഗവാൻ അയോധ്യയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന് മനസ്സിലായ വിഭീഷണൻ ഭഗവാനോട് ഇങ്ങനെ അപേക്ഷിച്ചു. ദാസനാം എന്നെക്കുറിച്ച് വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രയേവ സന്തുഷ്ടനായി അങ്ങയുടെ ദാസനായ എന്നെക്കുറിച്ച് കുറച്ചെങ്കിലും അങ്ങയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ, അതായത് വാത്സല്യമുണ്ടെങ്കിൽ, മംഗലദേവതയാകിയ സീതയാ മംഗലസ്നാനവും ആചരിച്ചിടണം. ദേവിയുമായി അങ്ങ് ഇവിടെ എല്ലാ ആർഭാടങ്ങളോടും കൂടി വസിക്കണം. മേളമായിന്ന് വിരുന്നും കഴിഞ്ഞ് ഇങ്ങ് നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം. ഇന്ന് എന്റെ സത്കാരം സ്വീകരിച്ച് നാളെ തിരിച്ച് അയോധ്യയ്ക്ക് പോകാം എന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ തിരിച്ച് മറുപടി പറഞ്ഞു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഭരതൻ 14 വർഷം കഴിയുന്ന അന്ന് എന്നൊരു അവധി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കാത്തിരിക്കുകയാണ് അവൻ, സഹോദരൻ തന്നോടും ശത്രുഘ്നൻ തന്നോടും. ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞ് അലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ. ഞാൻ എങ്ങനെയാണോ വ്രതത്തോടുകൂടി സന്യാസം അനുഷ്ഠിക്കുന്നത് അതേപോലെയാണ് ഭരതൻ അയോധ്യയിൽ വാഴുന്നത്. അവൻ സ്വീകരിക്കാത്തതൊന്നും ഞാനും സ്വീകരിക്കുകയില്ല. ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാന അശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാവിതു. അപ്പോൾ ഈ ഒരു വ്രതത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവുകയോ അവിടെ ചെന്ന് ഒരു ദിവസമാണെങ്കിൽ പോലും താമസിക്കുകയോ കുളി അതുപോലെ അശനാദികൾ ഭക്ഷണം ഇങ്ങനെ കഴിച്ച് അവരുടെ സത്കാരം സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി അത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഭരതനോടുകൂടി മാത്രമേ ഞാനത് ചെയ്യുകയുള്ളൂ എന്ന് 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. 14 വർഷമായോ എന്ന് നോക്കിക്കൊണ്ടെന്റെ ഭരതൻ അവിടെ വാഴുകയാണ്. ചെന്നീല ഞാൻ അന്ന് തന്നെ, എന്നാൽ അവൻ വന്ഹിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ. ആ 14 വർഷം ആകുന്നതിന് അസ്തമയത്തിന് മുൻപേ ഞാൻ അവിടെ എത്തിയില്ല എങ്കിൽ
പിറ്റേന്ന് തന്നെ അവൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് ഇനി സമയമില്ല എന്നതുകൊണ്ട് ഉഴറുന്നതു ഞാനിഹ. അതുകൊണ്ട് എനിക്കാകെ ഒരു ആധിപൂണ്ട മനസ്സുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വന്നു സമയവുമേറ്റമടുത്തങ്ങു. 14 വർഷം തികയാൻ ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിന് മുന്നമേ, അതിനു മുൻപേ, അതായത് 14 വർഷം തികയുന്നതിന് മുന്നേ അവിടെ എത്തുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും കഴിയുന്നത്ര വേഗത്തിൽ എനിക്ക് അവിടെ എത്തണം. എന്നാൽ നിന്നിൽ വാത്സല്യമില്ലായികയുമല്ലമേ, നിന്നോട് വാത്സല്യമില്ലാത്തത് കൊണ്ടല്ല, ഇങ്ങനെ ഒരു കാര്യം എനിക്കുണ്ട്, ഈ ഒരു ആധി എൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ്. ഇനി അങ്ങനെ സത്കരിക്കണം എന്നുണ്ടെങ്കിൽ മർക്കടവീരരെയൊക്കവേ സാദരം അവരെ നീ സത്കരിക്കൂ. പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി. അവർ പ്രീതരായാൽ ഞാൻ പ്രീതനാകുന്നതിന് തുല്യമാണ്. അതിനൊരു ചഞ്ചലമില്ല കേൾ, അതിന് യാതൊരു സംശയവുമില്ല. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ. എന്നെ നന്നായി പൂജിച്ചതിന്റെ ഫലം വാനരന്മാരെ പൂജിച്ചാൽ കിട്ടും. പാന അശന സ്വർണ രത്നാംബരങ്ങളാൽ വാനരന്മാർക്ക് അലംഭാവം വരും വണ്ണം പൂജയും ചെയ്ത് കപികളുമായി ചെന്ന് രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ. അങ്ങനെ വാനരന്മാരെ യഥാവിധി വിഭീഷണൻ സത്കരിച്ചു. പാനം നന്നായി കുടിക്കാനും അശനം ഭക്ഷണം കഴിക്കാനും സ്വർണരത്ന അമ്പരങ്ങൾ, എല്ലാ രീതിയിലുള്ള വസ്ത്രങ്ങളും, നല്ല വിശിഷ്ടമായ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് വാനരന്മാർക്ക് അലംഭാവം തൃപ്തി വരും വണ്ണം പൂജയും ചെയ്ത് അതിനുശേഷം കവികളുമായി ചെന്ന് രാജീവനേത്രനെ ശ്രീരാമചന്ദ്രനെ കൂപ്പി വിഭീഷണൻ. ഇനി ക്ഷിപ്രം അയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. അങ്ങെന്തിനാണ് വിഷമിക്കുന്നത്? കാരണം നേരത്തെ പറഞ്ഞു 14 വർഷം ആവുന്നതിന് മുൻപ് അവിടെ എത്തുമോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉത്തരമായിട്ടാണ് വിഭീഷണൻ പറയുന്നത്, ഇതാ ഇവിടെ പുഷ്പക വിമാനമുണ്ട്, നൊടിയിടയിൽ അയോധ്യയിലേക്ക് എത്താം. രാത്രിഞ്ചരാധിപൻ യുദ്ധമുണർത്തിച്ച വാർത്ത കേട്ട് ആസ്ഥയോടും വളരെ താല്പര്യത്തോടുകൂടെ പുരുഷോത്തമനായ ഭഗവാൻ കാലത്ത് നീ വരുത്തിയിടുക എന്നാൻ അധ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. അങ്ങനെ പൗലസ്ത്യനായ കുബേരന്റെ വിമാനമാണ് പുഷ്പക വിമാനം. അത് പിന്നീട് രാവണൻ ബലമായി തന്റെ കയ്യിലാക്കുകയായിരുന്നു. അങ്ങനെ ആ പുഷ്പക വിമാനം വന്ന് ഭഗവാനെ വന്ദിച്ചു. ജാനകിയോടും അനുജനോടും ചെന്ന് മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘൂത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാതരാൽ. സുഗ്രീവൻ തുടങ്ങിയ കപിവരന്മാരോടും വിഭീഷണനോടും ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, മന്ദേതരം, ഞാൻ എത്രയും പെട്ടെന്ന് അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃതമായിതു നിങ്ങളാൽ, നിങ്ങൾ എനിക്ക് തന്ന വാക്ക് വളരെ ഭംഗിയായി പാലിച്ചു. ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാം, നിങ്ങൾക്കാർക്കും ഇനി ശത്രുക്കളെ ഭയന്ന് ജീവിക്കേണ്ടതില്ല. മർക്കടരാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ, ലങ്കയിൽ ആശുപോയി വാഴുക നീയും ബന്ധുവർഗവും. ഇങ്ങനെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. കാകുസ്ഥൻ യുദ്ധമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. എന്നാൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഗ്രീവനും വിഭീഷണനും ഭഗവാനോട് പറഞ്ഞു, ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗലമമ്മാർ അഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ളവിടെ വാണിയിടുവാൻ ഉണ്ടാവേണം തിരുമനസ്. പക്ഷേ ഞങ്ങളും കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. അവിടെ വന്നിട്ട് അമ്മയായ കൗസല്യയെ മുതലായവരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതും കഴിഞ്ഞ് ഭഗവാന്റെ പട്ടാഭിഷേകവും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളുടെ രാജ്യത്ത് ഭരിച്ചുകൊള്ളാം. എങ്കിലേ കുണ്ഠത ഞങ്ങൾക്ക് തീരൂ ജഗത് പ്രഭോ. അതും കൂടെ ആകുമ്പോൾ മാത്രമേ ഞങ്ങൾക്കൊരു തൃപ്തി വരികയുള്ളൂ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, എനിക്കും അങ്ങനെ ആയിരുന്നു ആഗ്രഹം, ഇപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എനിക്ക് വളരെ സന്തോഷമായി, കാരണം നിങ്ങൾക്കും അങ്ങനെ തോന്നിയല്ലോ.
എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. അപ്പോൾ എനിക്കും സന്തോഷമായി, നിങ്ങളെ ആരെയും അത്ര പെട്ടെന്ന് പിരിയേണ്ടതില്ലല്ലോ. അങ്ങനെ സേനയാ സാർദ്ധം നിശാചരരാജനും തന്റെ സേനയോടുകൂടെ വിഭീഷണനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശന അനുജ്ഞയാ, സംസാരനാശകനായിട്ടുള്ള ഭഗവാന്റെ ആജ്ഞയാൽ പുഷ്പകം ഹംസസമാനം സമുത്പതിച്ചു തഥാ. അങ്ങനെ ഒരു ഹംസത്തിന് തുല്യമായിട്ട് അങ്ങനെ യാത്ര തുടങ്ങി. നക്തഞ്ചരേന്ദ്ര സുഗ്രീവ അനുജ പ്രിയായുക്തനാം രാമനെ കൊണ്ട്, ഇവരെ എല്ലാവരും കൂടെയുള്ള ശ്രീരാമചന്ദ്രനെയും കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചിത് അമ്പരാന്തേ, ആകാശത്തിൽ അങ്ങനെ ശോഭിച്ചു. തഥാ മിത്രബിംബം കണക്കേ ധനദാസനം. ധനദൻ എന്നാൽ കുബേരൻ. കുബേരന്റെ ആ വാഹനം ഒരു സൂര്യബിംബം കണക്കെ അവിടെ പ്രകാശിച്ചു. ഇനി സീതാദേവിയെ തന്റെ ഉത്സംഗസിന്നി വിന്യസ്യ, തന്റെ മടിയിലിരുത്തിക്കൊണ്ട് ഭക്തവത്സലൻ 4 ദിക്കും പുനരാലോക്യ, 4 ദിക്കിലുമായിട്ട് കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ്. വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ സത്സേവിതേ സരസീരുഹലോചനെ പശ്യ കാണൂ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. ഇപ്പോഴാണ് സീതാദേവിക്ക് ലങ്കാപുരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം വന്നത് ഏത് രീതിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ലങ്കാപുരത്തിന്റെ ഭംഗി നിനക്ക് ആസ്വദിക്കാമല്ലോ, കാണൂ സ്വർണമയമായ ലങ്കാപുരം. ഇനി യുദ്ധാങ്കണം കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഞങ്ങൾ യുദ്ധം ചെയ്തത്. കാൺഗതിൽ അങ്ങ് ശോണിത കർദമ മാംസ അസ്ഥിപൂർണം ഭയങ്കരം. ഇപ്പോഴും അതിന്റെ ആ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട്. അത്രയേവ, ഇവിടെ തന്നെയാണ് വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം. ഇവിടെയാണ് ആ യുദ്ധം നടന്നത്. അത്രയേവ, ഇവിടെ തന്നെയാണ് രാവണൻ വീണു മരിച്ചത് അസ്ത്രമേറ്റുത്തമേ, എന്റെ അസ്ത്രമേറ്റിട്ട്. അതിന് കാരണക്കാരിയായത് നീയാണല്ലോ, അതാണ് നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രി തൻ അസ്ത്രമേറ്റുത്തമേ. ഇന്ദ്രജിത്തും അതികായനും ഒക്കെ സൗമിത്രിയുടെ അസ്ത്രമേറ്റിട്ട് ഇവിടെയാണ് വീണു മരിച്ചത്. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാർ. മറ്റുള്ള കുറെ രാക്ഷസന്മാരെ വാനരന്മാരാണ് കൊന്നത്. ഇനി ഇതാ സേതു ബന്ധിച്ചതും കാണടോ, അവിടെ എത്തി. സാഗരെ, സമുദ്രത്തിൽ ഇത് ബന്ധിക്കാൻ ഹേതു കാരണമായത്, ഹേതു ബന്ധിച്ചതതിന് നീയല്ലയോ ദേവി, നീ കാരണമാണല്ലോ ഈ സേതുവും ബന്ധിക്കപ്പെട്ടത്. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ, അതൊരു തീർത്ഥസ്ഥാനമായിരിക്കും. ഇനി പഞ്ചപാതകനാശനം ത്രൈലോക്യ പൂജിതം. ബ്രഹ്മഹത്യാ പാപം തുടങ്ങിയ 5 പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ മഹാതീർത്ഥം. ഇനി കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം, കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം. ഏതൊരു രാമേശ്വരത്തെ കണ്ടാൽ മാത്രം നമ്മുടെ എല്ലാ ദുരിതങ്ങളും നശിക്കുമോ, ഇതാ ആ രാമേശ്വരമാണ് ഇത്. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങുനീ. ഞാനിവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ദേവി അവിടെ വണങ്ങൂ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. ഇതാ അവിടെ വെച്ചാണ് വിഭീഷണൻ എന്നെ വന്ന് ശരണം പ്രാപിച്ചത്. പുഷ്കര നേത്രേ പുരോഭുവി കാണടോ, ദാ മുന്നിൽ നോക്കൂ, കിഷ്കിന്ധയാകും കപീന്ദ്രപുരീം ഇമാം. ഇതാണ് വാനരന്മാരുടെ രാജ്യം. ശ്രുത്വ മനോഹരം ഭർതൃവാക്യം മുതാ. ശ്രുത്വ കേട്ടിട്ട്, തന്റെ ഭർത്താവിന്റെ മനോഹരമായ വാക്യങ്ങളെ കേട്ടിട്ട് പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം. അപ്പോൾ സീതാദേവി പറഞ്ഞു, താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ട് അങ്ങ് കൊണ്ടുപോയിടണം. ആദ്യം അവരെ, താരയെയും രുമയെയും ഒക്കെ എനിക്ക് കാണണം, എന്നിട്ട് അവരെയും നമ്മുടെ കൂടെ കൊണ്ടുപോകാം. കൗതൂഹലം അയോധ്യാപുരീവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. അവരെ കാണുമ്പോൾ അയോധ്യയിലുള്ളവർക്കും സന്തോഷമുണ്ടാകും. മാത്രമല്ല വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. അവരും കുറെ നാളായില്ലേ ഭാര്യമാരെ കാണാതെ.
ഭർതൃവിയോഗജ ദുഃഖം ഇന്നെന്നോളം ഈ ത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. ഭർത്താവിനെ പിരിഞ്ഞാലുള്ള ദുഃഖം എത്രയാണെന്ന് ഈ 3 ലോകത്തിലും ഞാൻ അറിഞ്ഞെടുത്തോളം, ഞാൻ അറിഞ്ഞതുപോലെ വേറെ ആരാ അറിഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് അത്തരക്കാരുടെ ദുഃഖം എനിക്ക് മനസ്സിലാകും. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. അപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ മനസ്സിൽ സങ്കൽപ്പിച്ചതേയുള്ളൂ, രാഘവൻ ത്രൈലോക്യനായകൻ ഉള്ളിലുള്ള ആകൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും. ഭഗവാൻ എന്താണോ മനസ്സിൽ സങ്കൽപ്പിച്ചത് അതറിഞ്ഞുകൊണ്ട് ആ വിമാനം ക്ഷോണീതലം നോക്കി ഭൂമിയെ നോക്കി മന്ദമന്ദം തഥാ താണത് കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ. ഭഗവാൻ വാനരന്മാരോട് പറഞ്ഞു, വാനരവീരരെ, നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനേവരും, എല്ലാവരും ഭാര്യമാരെ കൊണ്ടുവരൂ. മർക്കടവീരരതു കേട്ട് മോദേന കിഷ്കിന്ധപുക്കു, അവിടെ പോയി നിജാംഗനമാരെയും തങ്ങളുടെ ഭാര്യമാരെയും പോകെന്ന് ചൊല്ലി വിമാനം കരയേറ്റിനാർ. നമുക്കും അയോധ്യയിലേക്ക് പോകാമെന്ന് ചൊല്ലി അവരെല്ലാവരും വിമാനത്തിൽ കരയേറി. ശാഖാമൃഗാധിപന്മാരും കരയേറിനാർ. താരാർമകളായ ജാനകീദേവിയും താരാ രുമാദികളോട് മോദാന്വിതം ആലോകന ആലാപ മന്ദഹാസാദി, അതായത് ഇതുവരെ കാണാത്ത ആളുകളെ പെട്ടെന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആലാപം, വിശേഷങ്ങൾ ചോദിക്കുക, മന്ദഹാസം, ഗാഠാലിംഗന, ഭ്രൂചലനാദി, പുരികം കൊണ്ടൊക്കെ ചില ആംഗ്യങ്ങൾ കാണിച്ച് അങ്ങനെയൊക്കെ സംഭാവനം ചെയ്ത് അവരോടുള്ള ആ ഒരു കുശലപ്രശ്നത്തിന് ശേഷം വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വീണ്ടും അവിടെ നിന്ന് വിമാനം യാത്രയായി. വിശ്വൈകനായകൻ ജാനകിയോട് അരുളിച്ചെയ്തിതു പരമാനന്ദ സംയുതം. വീണ്ടും വിശേഷങ്ങൾ പറയുന്നത് തുടരുകയാണ്, ഓരോ കാഴ്ചകൾ കാണിച്ച്. പശ്യ മനോഹരെ, മനോഹരെ കാണൂ, ദേവി വിചിത്രമാം ഋഷ്യമൂകാചലം ഉത്തുംഗം, എത്രയും വളരെ ഉയരത്തിലുള്ള ഈ പർവ്വതം. അത്രയേവ, ഇവിടെ തന്നെയാണ് വൃത്രാരിപുത്രനെ കൊന്നതും, വാലിയെ ഇവിടെ വെച്ചാണ് കൊന്നത്. മുഗ്ധാംഗി പഞ്ചവടി, ദാ പഞ്ചവടി എത്തി. നമ്മൾ എവിടെയായിരുന്നോ ഒരുമിച്ച് കുറെ നാൾ ജീവിച്ചത്, നാം ഇരുന്നേടം വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം. ഭക്തിപൂണ്ട് ഇന്ദീവരാക്ഷി സുതീഷ്ണാശ്രമത്തെയും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തെ ഓർമ്മകളിലേക്ക് പോയി ആ ആശ്രമത്തെയൊക്കെ വന്ദിച്ചു. പിന്നീട് ചിത്രകൂടാചലം, പണ്ട് നാം വാണേടം അത്രയേവ കണ്ടു ഭരതനെ നാമെടോ, അന്ന് ഭരതൻ നമ്മെ വന്ന് കണ്ടത് ഇവിടെയാണ്. ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാണുക. ശുദ്ധികരം യമുനാതടശോഭിതം, ഗംഗാനദി അതിനങ്ങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. ദാ ഗംഗാനദി, അതിനപ്പുറത്താണല്ലോ ഗുഹൻ താമസിക്കുന്നത്. പിന്നെ സരയൂ നദി, അതിനങ്ങേത് ധന്യം അയോധ്യാനഗരം മനോഹരെ. ഇവിടെ വിമാനത്തിൽ ഇരുന്ന് തന്നെ ദൂരെ ദൂരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. യുദ്ധം അരുൾ ചെയ്ത നേരത്ത് രാഘവൻ ചിത്തമറിഞ്ഞ് ആശു താണു വിമാനവും. അപ്പോൾ ശ്രീരാമചന്ദ്രന് മനസ്സിൽ തോന്നിയിരുന്നു ഭരദ്വാജ മുനിയെ ഒന്ന് വന്ദിക്കണം. അങ്ങനെ മനസ്സിൽ തോന്നിയതും വിമാനം താണു. വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ, നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. സന്തോഷത്തോടെ മുനിയും അവരെ അനുഗ്രഹിച്ചു. രാമനും ചോദിച്ചിതപ്പോൾ, അയോധ്യയിൽ ആമയമേതും ഒന്നില്ലയല്ലേ മുനേ. അയോധ്യയ്ക്ക് തൊട്ടടുത്താണ് ഭരദ്വാജാശ്രമം. അതുകൊണ്ട് ഭരദ്വാജ മുനിക്ക് അത്യാവശ്യം നാട്ടിലെ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അതാണ് ചോദിക്കുന്നത്, അയോധ്യയിൽ വിശേഷമൊന്നുമില്ലല്ലോ, മാതൃജനത്തിനും സൗഖ്യമല്ലി മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തിതന്നേരം, താപമൊരുവർക്കുമില്ല അയോധ്യാപുരെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നിത്യം ഭരത ശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും. രാവിലെ തന്നെ എഴുന്നേറ്റ് ശുദ്ധിയോടെ ഫലമൂലവും ഭക്ഷിച്ച് ഭക്ത്യാ ജടാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്താഹന്ത സിംഹാസനെ പാതുകം വച്ച് മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ച് എന്നും ഇതേ രീതിയിൽ തന്നെയാണ് ഭരതനും ശത്രുഘ്നനും ജീവിക്കുന്നത്. ഭഗവാനാണെന്ന് സങ്കല്പിച്ച് ആ പാതുകം നമസ്കരിക്കുന്നു, അതിൽ പൂജ ചെയ്യുന്നു. സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും, എപ്പോഴും അതേ രീതിയിൽ വ്രതശുദ്ധിയോടുകൂടെ ജീവിക്കുന്നു. ത്വത് പ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു
ചിത് പുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഇതൊക്കെ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അറിഞ്ഞതാണ് അങ്ങയുടെ പ്രസാദത്താൽ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാദുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ എല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മം ഏതും തിരിക്കരുതാതൊരു വസ്തു നീ. ആർക്കും എളുപ്പം കണ്ടെത്താൻ സാധിക്കാത്ത ആ പരബ്രഹ്മ വസ്തുവാണ് ഭഗവാൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മീ ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായത് അനന്തൻ ജഗത് പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമ ആശ്രമം ചെന്നയോധ്യാപുരം പുക്കീടടുത്ത നാൾ. അപ്പോൾ ഭരദ്വാജ മുനി അന്ന് അവിടെ തങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അത് ആശ്രമമായതുകൊണ്ട് തന്നെ അവിടെ തങ്ങാൻ സാധിക്കും. കാരണം വിഭീഷണൻ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറയാൻ കാരണം അത് രാജാവാണ്, രാജധാനിയാണ്. എന്നാൽ ഇവിടെ ആശ്രമമാണ്. പർണശാലാമകം പുക്കിതു രാഘവൻ. കർണാമൃതമാ മുനിവാക്ക് കേട്ട് തങ്ങളെ ക്ഷണിച്ചത് കൊണ്ട് ഭരദ്വാജാശ്രമത്തിൽ അന്ന് രാത്രി തങ്ങാമെന്ന് വിചാരിച്ചു. പൂജിതനായി ഭ്രാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിയിടിനാൻ. അങ്ങനെ ഭാര്യയോടും സഹോദരനോടും കൂടെ ശ്രീരാമചന്ദ്രനും വളരെ സന്തോഷത്തോടെ അന്നേ ദിവസം അവിടെ താമസിച്ചു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.